അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حدثنا عبد الله بن صالح قال حدثنا الليث عن خالد بن يزيد عن عبد الله بن دينار عن ابن عمر مر أعرابي في سفر فكان أبو الأعرابي صديقا لعمر رضي الله عنه فقال الأعرابي ألست ابن فلان؟ قال بلى. فأمر له ابن عمر بحمار كان يستقب ونزع إمامته عن رأسه فأعطاه. فقال بعض من معه أما يكفيه درهمان؟ فقال قال النبي صلى الله عليه وسلم احفظ ود أبيك لا تقطعه فيطفئ الله نورك. വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണ് ഇതിൽ ഉള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു സാലി എന്നവർ പറയുകയാണ്, നമ്മളോട് ലൈസ് എന്നവര് ഹദീസ് പറഞ്ഞു തന്നു. അവർ പറയുന്നു ഖാലിദ് ഇബ്നു യസീദ് നമ്മളോട് ഹദീസ് പറഞ്ഞു. അവർ പറയുന്നു അബ്ദുല്ലാഹി ഇബ്നു ദീനാർ എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ മറ അഅറാബിയും ഫി സഫരിൻ, ഒരു യാത്ര പോകുന്ന സമയത്ത് യാത്രയിൽ ഒരു അഅറാബിയായ മനുഷ്യൻ നടന്നുപോയി. ഫകാന അബുൽ അഅറാബി, ഈ അഅറാബിയുടെ പിതാവ് സദീഖൻ ലി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ സുഹൃത്തായി. ഖാല അൽ അഅറാബി, അഅറാബി ചോദിച്ചു, അലസ്ത ഇബ്ന ഫുലാനി? ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനല്ലേ? ഖാല, ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ബലാതെ. അപ്പൊ ഇബ്നു ഉമർ തങ്ങൾക്ക് മനസ്സിലായത് എന്റെ ഉപ്പാന്റെ സുഹൃത്ത് ആണ്, ഉപ്പാന്റെ വലിയ സ്നേഹിതനാണല്ലോ ഇത്. കാരണം ഉപ്പാനെ പരിചയമുണ്ട്, അതുകൊണ്ടാണല്ലോ എന്റെ ഇന്നയാളുടെ മകനല്ലേ എന്ന് ചോദിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ തങ്ങൾക്കുണ്ടായിരുന്ന എക്സ്ട്രയായി ഉണ്ടായിരുന്ന യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കഴുതയുണ്ടായിരുന്നു. അതിനെ അദ്ദേഹത്തിന് നൽകി. മാനപ്പെട്ട ഇബ്നു ഉമർ തലയിൽ അണിഞ്ഞിരുന്ന തലപ്പാവ് അഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ചിലര് ചോദിച്ചു, അമായക്ഫീഹി ദിർഹമാനി, അയാൾക്ക് 2 ദിർഹം കൊടുത്താ പോരായിരുന്നു, അതൊക്കെ പാടാൻ കൊടുത്തതേ. വഖാല, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഹ്ഫദ് വുദ്ദ അബീക, നിന്റെ പിതാവിന്റെ സുഹൃത്തിനെ, സ്നേഹിതനെ നീ ശ്രദ്ധിക്കണം. ലാ തഖ്തഉഹു, പിതാവിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണോ അവരോടുള്ള ബന്ധം നീ മുറിക്കാൻ പാടില്ല. അങ്ങനെ മുറിച്ചാൽ ഫയത്ഫിഉല്ലാഹു നൂറക്, നിന്റെ പ്രകാശത്തിനെ അല്ലാഹു കെടുത്തിക്കളയും. ശ്രദ്ധിക്കണം, ഫയത്ഫിഉല്ലാഹു നൂറക്, നിന്റെ പ്രകാശത്തിനെ അല്ലാഹു കെടുത്തിക്കളയും എന്നാ പറഞ്ഞത്. എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? നമ്മുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ പിതാവിന്റെ സുഹൃത്തുക്കൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആ പിതാവിന്റെ സുഹൃത്തുക്കളോട് നാം ബന്ധം പുലർത്തണം, പിതാവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ആ ബന്ധം പുലർത്താതെ നാം മുറിച്ചു കളഞ്ഞാൽ നമ്മുടെ ലൈറ്റ് അല്ലാഹു കെടുത്തിക്കളയുമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത്. അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ബുഖാരി ഇമാമിന്റെ കിതാബില് 40 നമ്പർ ഹദീസായി ആ കിതാബിന്റെ 34-ാം പേജിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സുഹൃത്തുക്കള്, ഭക്ഷണം നൽകിയവർ, സഹായിച്ചവർ, അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഭാര്യമാരുടെ മാതാപിതാക്കള്, സുഹൃത്തുക്കള്,
അതുപോലെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരന്മാരടക്കമുള്ളവർ. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അനേകം ആളുകളുണ്ട്. ദുആ വസിയത്ത് കമന്റ് ചെയ്തവർ, അവരുടെയൊക്കെ എന്തൊക്കെ ഉദ്ദേശമുണ്ടോ ഒക്കെയും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.